യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ കൃപയും സമാധാനവും. ഇന്ന് നാം ചിന്തിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള തിരുലിഖിതങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു ഒരു സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗത്തിന്റെ മധ്യേ പെട്ടെന്ന് യേശുക്രിസ്തു പ്രസംഗം നിർത്തി. അതിനുശേഷം തന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന ആ ജനാവലിയുടെ മധ്യത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു കൂന് പിടിച്ച സ്ത്രീ കൂന് കൂടിയിരുന്ന് പ്രയാസപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യേശുക്രിസ്തു ആ സ്ത്രീയെ വിളിച്ചിട്ട് യേശുക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ഈ സ്ത്രീയെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന പ്രകാരമാണ് കഴിഞ്ഞ 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ. എന്നാൽ യേശുക്രിസ്തു ഈ സ്ത്രീയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാം. യേശുക്രിസ്തു സ്ത്രീയെ കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്, കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ മകൾ. കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ മകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ ആത്മാവ് ആ ദൈവ പൈതലിനെ അടിമപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ പാപപ്രവൃത്തി കഴിയുന്നതോടുകൂടെ പാപം തീരുന്നില്ല. ആ പാപത്തിന്റെ ആത്മാവ്, പാപത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയുടെ മേൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുന്നു. പാപം ചെയ്യുന്നവന്റെ ഉള്ളിൽ പാപത്തിന്റെ ദുരാത്മാവ് വസിക്കുന്നു. അങ്ങനെയുള്ളൊരു ദൈവ പൈതലിന് ദൈവത്തെ വിളിക്കുവാനോ ദൈവത്തിന്റെ അരികിലേക്ക് പോകുവാനോ ദൈവവചനം കേൾക്കുവാനോ ധ്യാനം കൂടുവാനോ പള്ളിയിൽ പോകുവാനോ സന്ധ്യാപ്രാർത്ഥന ഇരിക്കുവാനോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ ഒരുപക്ഷെ ലോകത്തിൽ എല്ലാവർക്കും പ്രിയങ്കരന്മാരും കണ്ണിലുണ്ണികളുമായിരിക്കാം. എല്ലാവർക്കും ഇവരെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കാം. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്ത് നടക്കുന്ന വ്യക്തികളാകാം. എന്നാൽ പാപത്തിന്റെ ദുരാത്മാവിനാൽ ആവസിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം ഒരു ദേവാലയത്തിൽ ദൈവവചന ശുശ്രൂഷകൾക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത ഒരു മാന്യദേഹം ഉണ്ടായിരുന്നു. ദേവാലയത്തിന്റെ പരിസരങ്ങളെല്ലാം ചെത്തിക്കോരുന്നു, വൃത്തിയാക്കുന്നു, ചെളിയും ചേറും ഉള്ളിടത്തെല്ലാം മണൽ കൊണ്ടിട്ട് നിരപ്പാക്കുന്നു, കസേരകൾ അറേഞ്ച് ചെയ്യുന്നു, മൈക്ക് സിസ്റ്റം കൊണ്ടുവരുന്നു, പള്ളിയുടെ എല്ലാ കാര്യങ്ങളും മനോഹരമായി ക്രമീകരിക്കുന്നു, മനോഹരമായ പന്തൽ ക്രമീകരിക്കുന്നു, തോരണങ്ങൾ ഒട്ടിക്കുന്നു. അങ്ങനെ ദേവാലയത്തിലെ ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി ചത്തു പണിയെടുക്കുന്നൊരു മനുഷ്യൻ ധ്യാനം തുടങ്ങി. ധ്യാനത്തിന്റെ തിരുവചന ശുശ്രൂഷ മണിക്കൂറായി. ഈ മനുഷ്യനെ ദേവാലയത്തിൽ കാണാനില്ല. ധ്യാനം തീർന്ന് ആരാധനയുടെ സമയമായി. ഈ മനുഷ്യനെ ദേവാലയത്തിൽ കാണാനില്ല. ധ്യാനം കഴിഞ്ഞ് ഞാൻ ആ മനുഷ്യനെ കുറിച്ച് അന്വേഷിച്ചു. അന്ന് ധ്യാന ശുശ്രൂഷകൾക്ക് വേണ്ടി ആ മനുഷ്യൻ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ നോക്കി, ആ വ്യക്തി വീണ്ടും രാവിലെ വന്ന് ദേവാലയത്തിലെ മറ്റ് ചപ്പുചവറുകളും പരിസരത്തുള്ള മറ്റ് വൃത്തികേടായി കിടന്ന ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കുന്നു. ദേവാലയത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നു. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഈ വ്യക്തി പള്ളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഇന്നലെ ധ്യാനത്തിൽ ദൈവവചന ശുശ്രൂഷകൾക്ക് വേണ്ടി കണ്ടില്ലല്ലോ.
അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അച്ഛാ ഇന്നലെ നല്ല തിരക്കായിരുന്നു, വരാൻ പറ്റിയില്ല. ഞാൻ വികാരിച്ചനോട് ആ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു. വികാരിച്ചൻ പറഞ്ഞു, അച്ഛാ ഈ വ്യക്തി ഈ നാട്ടിലെ എല്ലാവർക്കും കണ്ണിലുണ്ണിയായ വ്യക്തിയാണ്. ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ഉപകാരം ചെയ്തു കൊടുക്കും. ഈ പള്ളിക്ക് വേണ്ടി ചത്ത് പണിയെടുക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. എന്നാൽ ഈ വ്യക്തിക്ക് ഒരു കുറവ് മാത്രമുണ്ട്, കുമ്പസാരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. പള്ളിയിൽ കുർബാനയ്ക്ക് ഈ വ്യക്തി വരില്ല, ധ്യാനത്തിന് ഈ വ്യക്തി വരില്ല. ബാക്കി എന്ത് നന്മ പ്രവൃത്തി വേണമെങ്കിലും ഈ വ്യക്തി ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി ആ പ്രദേശത്തുള്ള അനേകർക്ക് കണ്ണിലുണ്ണിയാണ്. ആ വ്യക്തി ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ മേഖലകളിലേക്ക് കടന്നു നിൽക്കാൻ പറ്റുന്നില്ല. അന്ന് എനിക്ക് അതിന്റെ മർമ്മം എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തി തന്നു. ഒരു വ്യക്തിയുടെ മേൽ പാപത്തിന്റെ ദുരാത്മാവ് ആധിപത്യം പുലർത്തിയാൽ, പാപത്തിന്റെ ദുരാത്മാവിനാൽ ആവസിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയില്ല. ആ വ്യക്തിക്ക് ഒരുപാട് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ആ വ്യക്തിക്ക് ഒരുപാട് നല്ല നല്ല ചിന്തകൾ ഉണ്ടായിരിക്കും, ആ വ്യക്തിക്ക് ഒരുപാട് നല്ല പ്രവൃത്തികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലാൻ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം, തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു, അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യുന്ന വ്യക്തിയിൽ പാപത്തിന്റെ ദുരാത്മാവ് കുടികൊള്ളുന്നു. നുണ പറയുന്ന വ്യക്തിയിൽ നുണയുടെ ദുർബോധം വസിക്കുന്നു. മദ്യപിക്കുന്ന വ്യക്തിയിൽ മദ്യപിശാച് വസിക്കുന്നു. തെറി പറയുന്ന വ്യക്തിയിൽ തെറിയുടെ ആത്മാവ് വസിക്കുന്നു. പുകവലിക്കുന്ന വ്യക്തിയിൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിയിൽ ലഹരിയുടെ ദുരാത്മാവ് വസിക്കുന്നു. ജഡിക പാപത്തിൽ മുഴുകുന്ന വ്യക്തിയിൽ, വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയിൽ വ്യഭിചാര ദുർബോധം കുടികൊള്ളുന്നു. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ ദുർബോധം ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ആവസിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പാപത്തിന്റെ ദുരാത്മാവ് വസിക്കുന്നു. അങ്ങനെയുള്ള ദൈവമക്കൾക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവിക കാര്യങ്ങൾ, സന്ധ്യാപ്രാർത്ഥന, ബലിയർപ്പണം, കൂദാശകൾ, കുമ്പസാരം, ധ്യാനം, ദൈവവചന വായന, ദൈവിക ശുശ്രൂഷകൾ, ഇതെല്ലാം അരോചകമായിരിക്കും. ഒരു ഹൃദ്യമായ അനുഭവം അവർക്കുണ്ടാവുകയില്ല. ബാക്കി എന്ത് ജോലി വേണമെങ്കിലും അവർ ചെയ്യും. ദേവാലയത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധി എളിമപ്പെട്ട് പാപങ്ങൾ ഏറ്റി പറഞ്ഞ് കുമ്പസാരിക്കാൻ, ദൈവസന്നിധിയിൽ താഴ്മപ്പെടാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം അവരുടെ ഉള്ളിൽ തിന്മയുടെ ദുരാത്മാവ് കുടികൊള്ളുന്നു. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഒരു നല്ല മനുഷ്യനായിരിക്കും എന്നുള്ളതല്ല നമുക്കുള്ള ദൈവവിളി. ദൈവത്തിന്റെ പൈതലായിരിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ദൈവവിളി. ഒരു വ്യക്തി ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവിക കാര്യങ്ങൾ മധുരകരമായിരിക്കും. ആ വ്യക്തിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ തോന്നും, ആ വ്യക്തിക്ക് കൂടുതൽ ദൈവവചനം കേൾക്കാൻ തോന്നും, ആ വ്യക്തിക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കാൻ തോന്നും, ആ വ്യക്തിക്ക് കൂടുതൽ ദൈവത്തെ ആരാധിക്കാൻ തോന്നും, ആ വ്യക്തിക്ക് കൂടുതൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തോന്നും, ആ വ്യക്തിക്ക് കൂടുതൽ ദൈവത്തോട് അടുത്ത് നിന്ന് ബലിയർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആവേശം ഉണ്ടാകും.
എന്നാൽ ദൈവത്തിന്റെ ഒരു പൈതൽ എന്ന നില വിട്ട് നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയാണ് യത്നിക്കുന്നതെങ്കിൽ, പാപം ചെയ്ത് പാപപ്രവൃത്തിയുടെ ദുരാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർ വചനം കേൾക്കും, എന്നാൽ വചനത്തിന്റെ വിടുതൽ അവർക്കുണ്ടാവുകയില്ല. ദൈവത്തെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ ഉള്ളിൽ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. 2 കൊരിന്തോസ് 4 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ: ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ ദൈവിക കാര്യങ്ങൾ നമുക്ക് ഹൃദ്യമായിരിക്കുകയില്ല. വചനം കേൾക്കാൻ നമുക്ക് തോന്നുകയില്ല. ദൈവത്തെ വിളിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ജെറമ്യായുടെ പുസ്തകത്തിൽ 13 അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ: കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ പാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം കൃപ ചൊരിഞ്ഞ് ആത്മീയ വിടുതലിലേക്ക് ക്ഷണിക്കുന്ന നാളുകളും കാലങ്ങളും ഉണ്ട്. അന്ന് കർത്താവിന്റെ കൃപ സ്വീകരിച്ച് കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് കർത്താവിനെ വിളിച്ച് പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ഇപ്രകാരമാണ്: ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ ആ സമൂഹത്തിൽ കൂടിയിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം വചനം കേൾക്കുന്നു, മറ്റുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെല്ലാം അഭിഷേകം പ്രാപിക്കുന്നു. എന്നാൽ 18 വർഷമായി ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഈ മകൾക്ക് ദൈവത്തിന്റെ വചനം കേട്ട് മറ്റുള്ളവരെ പോലെ അഭിഷേകം പ്രാപിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ വചനം കേട്ട് ഹൃദയത്തിൽ ആഹ്ലാദിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കണ്ട് സന്തോഷഭരിതയാകാൻ പറ്റുന്നില്ല. ഈ സ്ഥിതിയിൽ ഈ മകളെ കർത്താവായ യേശു ക്രിസ്തു കണ്ടു. യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണം നിർത്തി ആ സ്ത്രീ അരികിലേക്ക് വിളിച്ചു. ആ സ്ത്രീയോട് പറഞ്ഞു: സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിക്കുന്നു. നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിനഗോഗ് അധികാരി തടസ്സമുണ്ടാക്കി. സാപത്തിൽ രോഗശാന്തി നൽകുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കി. അപ്പോൾ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം ലൂക്കായുടെ സുവിശേഷം 13:16 നമുക്ക് വായിക്കാം. യേശു ക്രിസ്തു പറയുകയാണ്: കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വിടുതൽ നൽകുന്നതിൽ യേശു ക്രിസ്തു സന്തോഷിക്കുന്നു. യേശു ക്രിസ്തു സന്തോഷിക്കുന്നു. ഇന്നെനിക്ക് വചനം കേൾക്കുമ്പോൾ ഒരു തുറവിയില്ലാത്ത അവസ്ഥയാണോ? ഇന്നെനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥയാണോ? ഇന്നെനിക്ക് ദൈവീക കാര്യങ്ങളോട് ഒരു അകൽച്ച തോന്നുന്ന ഒരു അടുപ്പമില്ലാത്ത അവസ്ഥയാണോ? ഇന്നെനിക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഒരു അനുഭവം കിട്ടാത്ത സാഹചര്യമാണോ? പ്രിയപ്പെട്ട ദൈവ പൈതലേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ എളിമപ്പെടാം. യേശു ക്രിസ്തു ഇങ്ങനെയുള്ള ദുർഭൂതങ്ങളുടെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്ന കർത്താവാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് വ്യക്തി ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് ഇന്ന് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന പാപത്തിന്റെ ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ നിമിഷം ഈ സ്വരം കേൾക്കുന്ന ഈ സമയത്ത് തന്നെ, ഈ കൃപയുടെ നിമിഷങ്ങളിൽ തന്നെ രക്ഷിതാവായ യേശു കർത്താവിനെ വിളിക്കട്ടെ. യേശു കർത്താവ് രക്ഷിതാവായി ഇതാ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു. യേശു കർത്താവ് കെട്ടുകൾ അഴിച്ച്
വിടുതൽ നൽകുന്നവനായി ഇതാ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു. മനസ്സ് തുറന്ന് വിശ്വാസത്തോടെ വിളിക്കുന്നവർക്ക് വിടുതലുണ്ട്. മനസ്സ് തുറന്ന് വിശ്വാസത്തോടെ രക്ഷയ്ക്ക് വേണ്ടി കരയുന്നവർക്ക് അത്ഭുതകരമായ രക്ഷയുടെ അനുഭവമുണ്ട്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ സ്വരം കേട്ട് ഈ പ്രാർത്ഥനയോട് ചേർന്ന് അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ അയക്കണമേ. പാപത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ. തലമുറ തലമുറയായി പാപച്ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, വംശങ്ങൾ, വ്യക്തികൾ ഇപ്പോൾ അങ്ങയുടെ അഗ്നിസദൃശമായ തിരുനാമശക്തിയാൽ ചങ്ങലകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ ബന്ധനാവസ്ഥകളിൽ നിന്ന് തട്ടിക്കൊടഞ്ഞെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവർ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിന്റെ പരിണത ഫലമായി വ്യഭിചാര ദുർബോധ ഉള്ളിൽ കുടികൊള്ളുന്നവർ, പാപദുരാത്മാക്കൾ കൂട്ടം കൂട്ടമായി ശരീരങ്ങളിൽ വസിക്കുന്നവരിൽ നിന്ന് ഈ നിമിഷം അങ്ങയുടെ അത്ഭുത നാമത്തിൽ പാപദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസത്തിന്റെയും ആദ്യ ഞായറാഴ്ച ഒഴികെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വെള്ളിയാഴ്ച രാവിലെ 8:15 സമാപിക്കുന്ന ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനം നടക്കുന്നു. എല്ലാ ധ്യാനങ്ങൾക്കും സെഹിയോൻ ധ്യാനകേന്ദ്രം ഡയറക്ടറായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു. ധ്യാനത്തിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നു യേശുനാഥനെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഓസ്തിരൂപനെ, ആരാധിക്കുന്നു. രക്ഷിതാവായ യേശു കർത്താവിന് മുമ്പിൽ ഒരു നിമിഷം ജീവിതത്തിൻ്റെ എല്ലാ ദുരവസ്ഥകളെയും നമുക്ക് തുറന്നു വെക്കാം. എൻ്റെ യേശുവേ, പൊട്ടിത്തകർന്നു പോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഇന്നൊത്തിരി തരത്തിലുള്ള പാപത്തിൻ്റെ അരൂപികളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിലാണ് എൻ്റെ ജീവിതം. സാത്താൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി നിങ്ങളിൽ ചിലരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം. അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽപ്പെട്ട് മോചനം കിട്ടാതെ ദുഃഖം അനുഭവിക്കുന്ന മക്കൾ ഈ നിമിഷങ്ങളിൽ രക്ഷിക്കുന്ന യേശുവിനെ വിളിക്കുന്നെങ്കിൽ, രക്ഷിക്കുന്ന യേശു കർത്താവിലേക്ക് ഹൃദയവ്യഥകൾ ഉയർത്തുന്നെങ്കിൽ, യേശു കർത്താവിൽ നിന്ന് ശക്തി വ്യാപരിച്ച് ഇപ്പോൾ അത്ഭുത സൗഖ്യങ്ങളെ പ്രാപിക്കും. രോഗങ്ങളുള്ളവർ യേശുവിനെ വിളിക്കട്ടെ.
പാപത്തിന്റെ ബന്ധനങ്ങളിലിരിക്കുന്നവർ യേശുവിനെ വിളിക്കട്ടെ. തകർച്ചകളിലിരിക്കുന്നവർ യേശുവിനെ വിളിക്കട്ടെ. പലതരത്തിലുള്ള അന്ധകാര പീഡകളിൽ അമർന്നു പോയിരിക്കുന്നവർ ഇപ്പോൾ രക്ഷിക്കുന്ന വിടുതലിന്റെ കർത്താവിനെ വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ, എല്ലാ മേഖലകളിലും വിടുതൽ നൽകുന്ന അങ്ങയുടെ അത്ഭുത ശക്തിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ സമയത്ത് അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരിലേക്കും സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും അത്ഭുത ശക്തി അങ്ങയുടെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. മോചനമില്ലാത്ത പാപ സ്വഭാവത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരാത്മപീഡകളാൽ മനം തകരുന്നവർ ഇപ്പോൾ യേശു കർത്താവിന്റെ തിരുനാമശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വൈദ്യനെ എന്റെ കർത്താവേ സൗഖ്യദായക, എന്റെ കർത്താവേ എന്റെ ശക്തിയെ, എന്റെ കർത്താവേ എന്റെ ധൈര്യമേ, എന്റെ കർത്താവേ എന്റെ നാഥനെ, എന്റെ കർത്താവേ എന്റെ മാർഗമേ. എൻ്റെ പേര് മാത്യു. പാലായിക്കടുത്ത് മാനത്തുരുന്ന സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. ഉള്ള വർഷങ്ങളായി നടുവേദനയുമായി ബെൽറ്റും ധരിച്ച് സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു. ആരാധനയുടെ നിമിഷത്തിൽ അച്ഛന് പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്, ഇതാ നിന്നെ സുഖപ്പെടുത്തുന്നു, ബെൽറ്റ് ധരിച്ച ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സന്ദേശം നൽകി. ആ നിമിഷം മുതൽ എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ ബെൽറ്റ് ധരിക്കുകയോ പിന്നീട് എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വീണ ക്ഷതത്തിൽ ഉണ്ടായ ഒരു രോഗമായിരുന്നു എൻ്റെ നടുവേദന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വീഴ്ചയുടെ ഫലമായി ഉണ്ടായ നടുവിന്റെ അസ്വസ്ഥതകൾ, അതിനുശേഷം ബെൽറ്റ് ധരിച്ചുള്ള ജീവിതം, കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് ധ്യാനത്തിൽ വെച്ച് സൗഖ്യപ്പെടുത്തി. അതിനുശേഷം ഇന്ന് വരെ ബെൽറ്റ് ധരിച്ചിട്ടില്ല. ഈ സഹോദരനെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യത്താൽ നിറച്ചു. ഹാലേലുയ്യ. കരങ്ങൾ അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് സിസ്റ്റർ തദേവൂസ്, എസ്8 ഗവൺമെന്റ്, മേലുകാവ് മറ്റം. ഈരാറ്റുപേട്ട അടുത്തുള്ള സ്ഥലമാണ് മേലുകാവ് മറ്റം. ഞാൻ 15 വർഷമായിട്ട് നടുവിന് വേദന മൂലം കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പല ചികിത്സകൾ ചെയ്തിട്ട് ഭേദമായിട്ടില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ പറഞ്ഞു നട്ടെല്ല് തേഞ്ഞു പോവുകയാണ്, അതുകൊണ്ട് ഇനി ഇതിന് ചികിത്സയൊന്നുമില്ല, ബെൽറ്റ് ഇട്ടാൽ മതി, ശാന്തമായി കിടന്നാൽ മതി എന്ന്. 5 മിനിറ്റ് സമയം പോലും എനിക്ക് ഇരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബെൽറ്റും കൊണ്ട് ഞാൻ വന്നു. ആ അവസരത്തിലായിരുന്നു മേലുകാവ് വെച്ച് ധ്യാനം നടന്നത്, അട്ടപ്പാടിയിൽ നിന്ന് വന്ന ടീമിൻ്റെ. ആ ധ്യാനത്തിൻ്റെ അവസാന തലേ ദിവസം സിസ്റ്റർ എൽസി ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് നടുവിന് വേദന കൊണ്ട് നിവൃത്തിയില്ല, ധ്യാനത്തിൽ സംബന്ധിക്കാൻ വരാൻ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. സാരമില്ല പോരെന്ന് പറഞ്ഞ് ഞാൻ പോയി. 2-3 ദിവസമായപ്പോഴത്തേന് ഇച്ചിരി കുറവ് പോലെ തോന്നി. പിന്നെ എൽസി പറഞ്ഞു രോഗശാന്തി ദിവസമാണ് പിറ്റേ ദിവസം, അന്ന് വന്നേക്കണം, ബെൽറ്റും കൊണ്ട് വരണ്ട, ബെൽറ്റ് കൂടാതെ വന്നേച്ചാൽ മതി, ദൈവം ഭേദമാക്കി തരും എന്ന് പറഞ്ഞു. ഞാൻ ബെൽറ്റില്ലാതെ പോയി.
എന്നിട്ട് രോഗശാന്തി ദിവസം എനിക്ക് സൗഖ്യം കിട്ടി. അന്ന് വിളിച്ചു പറഞ്ഞവിടെ ഒരു സിസ്റ്ററിന്റെ നടുവിന് വേദന കർത്താവ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് അവിടെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാനാണെന്ന് ഞാൻ ഓർത്തില്ല. വേറെ ആരെങ്കിലും സിസ്റ്റർമാർ ഒത്തിരി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഓർത്തില്ല. എന്നിട്ട് അന്ന് മുതൽ എനിക്ക് നടുവിന് വേദനയില്ല. കർത്താവ് എന്നെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതകരമായി കർത്താവായ യേശു ക്രിസ്തു സിസ്റ്ററിനെ സുഖപ്പെടുത്തി. 15 വർഷമായുള്ള നടുവേദന കർത്താവ് സഹിയോൻ ടീം മേലുകാവ് മറ്റെന്ന് വെച്ച് നടത്തിയ കൺവെൻഷനിൽ വെച്ച് കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി സിസ്റ്ററിനെ അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് സ്വയം മഹത്വപ്പെടുത്താം.